ഹരികൃഷ്ണൻ, നമുക്കറിയാം ഈ സമീപകാലത്ത് ഇത്തരം വയലൻസ്, ഈ ടോക്സിക് എന്ന സിനിമയിൽ അതിഭീകരമായ വയലൻസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹരിയുമായി ഞാൻ സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം അതാണ്. പല സിനിമകൾക്കും എ സർട്ടിഫിക്കറ്റ് നൽകിക്കഴിഞ്ഞാൽ ഇത്രയധികം വയലൻസ് പിന്നെ കാണിക്കാൻ കഴിയും എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് കുടുംബവുമായി, അതായത് കുട്ടികളും ഒന്നിച്ച് ഒരു സിനിമ കാണാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും മലയാള സിനിമയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഈ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. എന്നാൽ മാത്രം, അതായത് വയലൻസും അതോടൊപ്പം ഈ സ്ത്രീ വിരുദ്ധതയും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീയെ ഒരു കച്ചവട വസ്തുവാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ദൃശ്യങ്ങൾ അതൊക്കെ കാണിച്ചാൽ മാത്രമേ ഈ സിനിമകൾ വിറ്റുപോകൂ എന്നൊരു ധാരണയാണോ ഇപ്പോഴത്തെ ചലച്ചിത്ര പ്രവർത്തകർക്ക്? ടോം, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ പല സംവിധായകർക്കും ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ജൈജാൻറ്റിക് സക്സസിലേക്ക് തിയേറ്ററുകളിലേക്ക് വരണമെങ്കിൽ, തിയേറ്ററുകളിൽ ആ ഓഡിയൻസ് വരണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു മാസ് സിനിമ വരിക എന്നുള്ളതുണ്ട്. അല്ലെങ്കിൽ ഒരു കോമഡി പടം, ഇപ്പോൾ ബെല്ലയും കുടുംബയും ഉണ്ടൊക്കെ നമുക്ക് മുന്നിലുള്ള ഉദാഹരണമാണ്. അത് കൂട്ടായി ചിരിക്കുക, അതൊരു വലിയ കിക്കാണ്. അത് തിയേറ്ററിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഹൈ അത് വേറെയാണ്. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല കഷ്ടപ്പാടുമുണ്ട്. ഈ മാസ് സിനിമകളെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപാട് മുകളിലായിട്ട് ഞാൻ വിലയിരുത്തുന്നത് കോമഡി സിനിമകൾ ഉണ്ടാക്കാനാണ്, എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ. ഈ മാസ് സിനിമകളിലേക്ക് വരുമ്പോഴേക്കും ഈ ഐറ്റം സോങ്സോ അല്ലെങ്കിൽ ഇതുപോലെ ബ്ലഡ് ഷെഡ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ സെക്സ്, വയലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിലും ഈ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സിനിമകൾ തന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ മാർക്കുണ്ട്, ഇനി വരാൻ പോകുന്ന ഒരു നാനി ചിത്രമുണ്ട്. നമുക്ക് ഇതുപോലെ പല വയലൻസ് പറഞ്ഞ സിനിമകളും കാണാൻ സാധിക്കുന്നത്. അത് ആസ്വദിക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ പറയുന്നത് വയലൻസ് ആ രീതിയിൽ ആസ്വദിക്കുന്ന ആളുകൾ. പക്ഷേ ഈ കുടുംബം ആയിട്ടുള്ള ഇറങ്ങുന്ന സിനിമകളിൽ അതൊരു വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു മേജർ ഇഷ്യൂവും ടോപ്പിക്കുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ രീതിയിൽ സിനിമ എങ്ങനെ വരും, അല്ലെങ്കിൽ സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ കുടുംബ ഓഡിയൻസിന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള സിനിമകളാണോ വരുന്നത് എന്നുള്ള ഉൾപ്പെടെയുള്ള ഫാക്ടേഴ്സ് ഭയങ്കരമായി ഡിസ്കസബിൾ ആണ്. ഇപ്പം ഇവിടെ ശബരീഷ് പറഞ്ഞൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ നിലപാട് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, കഥയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ നിലപാടിൽ കൂട്ടി യോജിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സിനിമയായിട്ട് കണ്ടാൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. ഇത് ഗീതു മോഹൻദാസിൻ്റെ സിനിമയാണ് എന്നുള്ളത് കൊണ്ട് വിമർശനങ്ങൾ വരുന്നു എന്നുള്ളത് ശക്തമാണ്. പക്ഷേ അല്ലാതെ ഇതൊരു സിനിമയായിട്ട് കാണുമ്പോൾ പോലും ഇത് 3 മണിക്കൂർ 14 മിനിറ്റ് ദൈർഘ്യമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഞാൻ ഗീതു മോഹൻദാസ് ആസ്പെക്റ്റേ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ പല ആളുകളും ഈ സിനിമയിലേക്ക് വരുന്നു, ഈ നായകൻ അടി ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു, വയലൻസ് നടത്തുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്ന് പ്രേക്ഷകന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതായത് ഇയാൾക്കുമായിട്ട് നായകൻ എന്താണ് ബന്ധം, എന്തിനാണ് ഈ അടി ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഈ വയലൻസ്, ഇപ്പോൾ ഈ ഉണ്ടാക്കിയ സീൻ്റെ ആവശ്യം എന്താണ് അറിയില്ല. ഈ സിനിമയിലേക്ക് ഇന്നാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റോളം സമയമെടുക്കും ഇതിൻ്റെ കഥയിലേക്ക് ഇന്നാവാൻ, ഇതൊന്ന് ഇമോഷണൽ കണക്റ്റായിട്ട് കൊണ്ടുവരാൻ. ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് രാവിലെ 6 മണിക്കുള്ള ഷോ ആണ്. അവിടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഷോ കാണാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. അവർ ആ ഹൈപ്പിൽ വന്നാണ് സിനിമ കാണുന്നത്. സത്യം പറഞ്ഞാൽ അവരെ ഉറക്കുന്ന രീതിയിലേക്ക് ഈ സിനിമ മാറുന്നത് സിനിമയോടുള്ള വിരോധം കൊണ്ടോ ഗീതു മോഹൻദാസ് എന്ന സംവിധായകൻ എടുത്തുകൊണ്ടൊന്നുമല്ല. ആണെങ്കിൽ അവർ 6 മണിക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവരിത് വന്നത് ഇത് അവർക്ക് ആഘോഷമാക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ നായകൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിലോ ഞാൻ ഈ പറഞ്ഞ പോലെ, കാരണം ഇത് അത്രയും ഒബ്സീൻ രംഗങ്ങളുണ്ട് ഇതിനകത്ത്, എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന രംഗങ്ങളൊന്നും അല്ല ഇതിനകത്ത് നായകൻ്റെ ഇൻട്രൊഡക്ഷൻ സീന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത്രയും നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ നമുക്ക് ഒരു കിക്ക് തോന്നും. അങ്ങനെ ഒന്നും തോന്നാതെ പിന്നീട് കാണുന്നത് ഈ സിനിമയെ പറ്റി കമൻ്റ് അടിക്കുന്ന ആളുകളാണ്. അതായത് തിയേറ്ററിനുള്ളിൽ 4 ദിക്കിൽ നിന്നും കമൻ്റ് അടിക്കുന്ന ആളുകൾ. കാരണം അവർക്ക് എൻ്റർടൈൻഡ് ആവാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് സിനിമയിൽ നിന്നും ഒട്ടും കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് മാറി നിന്നുകൊണ്ട് കമൻ്റ് അടിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊരു ഈ ഒരു സിനിമ ഗീതു മോഹൻദാസ് എടുത്തത് കൊണ്ട് അല്ലാത്ത പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. നമ്മളിത് ഇന്നാവുന്നില്ല. ഈ രായൻ എന്ന കഥാപാത്രം, ഇപ്പോൾ സായി പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലേ ബോയ് ക്യാരക്ടർ, അതിനകത്ത് 2 രീതിയിലാണ് പോകുന്നത്. ഈ രായൻ എന്ന വ്യക്തിയും രായൻ എന്ന ഗാങ്സ്റ്ററും. ഇത് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ഈ ഗാങ്സ്റ്റർ പാർട്ടാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ ഗാങ്സ്റ്റർ പാർട്ടായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തലങ്ങും വിലങ്ങും ആളുകൾ വെടിവെച്ച് കൊല്ലുക, തലങ്ങും വിലങ്ങും കൊല്ലുക, ആരെ കിട്ടിയാലും അല്ലെങ്കിൽ ഏത് പെണ്ണിനെ കണ്ടാലും തൻ്റെ ലൈംഗിക വൃത്തി കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഉപകരണമാക്കി മാറ്റുക. ഇങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത്. അത് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് പോർട്രേ ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ സഹോദരി പറയുകയാണ്, തനിക്ക് അങ്ങനെയല്ല, തന്നോട് ഇങ്ങനെയല്ല, പ്രണയമാണോ കാമമാണോ എന്ന് ചോദിച്ചില്ല, അത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഇത് പറയുമ്പോൾ വേറൊരു സ്ത്രീക്ക് കിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ മൊമെൻ്റാണ് ഞാൻ പറയുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് ഇവിടെയാണ് ഇതാരാണ് ഇത് എടുത്തത് എന്നുള്ള ചോദ്യം വരുന്നത്. അവിടെയാണ് ഗീതു മോഹൻദാസ് എന്ന പേര് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആവില്ലേ? ഇതൊരു സാധാരണ സിനിമയായിട്ട് വരുമ്പോൾ പോലും അപ്പോഴാണ് അതാണ് സായി, ഇത് ഗീതു മോഹൻദാസ് എടുത്തത് കൊണ്ടാണോ ടോക്സിക് എന്ന സിനിമ ഇത്രയധികം
വിമർശിക്കപ്പെടുന്നത്? കാരണം നമുക്കറിയാം, ഒരു മലയാളി എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വാല്യൂസ് ഉള്ളവരാണ്, കുറച്ച് മൂല്യങ്ങളുള്ളവരാണ്. അങ്ങനെ ഒരു മൂല്യമുള്ള ഒരു മലയാളി ഈ ചിത്രം എടുത്തുന്നു. മാത്രമല്ല, ഗീതു മോഹൻദാസ് മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ഇതൊക്കെ കാരണമാണോ ഈ ടോക്സിക്കിനെതിരെ നിങ്ങൾ ഉൾപ്പെടെ, സായി ഉൾപ്പെടെ പല സംവിധായകരും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്? അതിന്റെ കാരണം അതാണോ? ഒരു പരിധി വരെ കാരണം അത് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഈ സിനിമയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഇല്ല. ഈ സിനിമ ഇറങ്ങുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ ഫീമെയിൽ ഗെയ്സിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരതിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുമായിരുന്നു. നിങ്ങൾ ഈ സിനിമയുടെ പ്രൊമോഷൻ തന്നെ എടുത്തു നോക്കുക. ഇത്രയും ഫീമെയിൽ ഗെയ്സിനെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു എന്താ പറയുക ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾക്ക് എതിർത്ത് സംസാരിച്ചിട്ടുള്ള ഒക്കെ ഒരു വ്യക്തി പ്രൊമോഷൻ ഫേസിൽ പോലും ഒരു നായികനെ ഉപയോഗിച്ച് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി ഈ പടത്തിന് പ്രൊമോഷൻ കൊണ്ടുപോയത് മൊത്തം ഒരു യഷിന്റെ തലയിൽ വെച്ചിട്ടാണ്. ഈവൻ ഐ തിങ്ക് നയൻതാരേന്റെ ഒറ്റ പ്രൊമോഷൻ സാധനം പോലും പുറത്ത് വന്നിട്ടില്ല. സോ അങ്ങനത്തെ ഒരു പ്രൊമോഷൻ ടാക്ടിക്സിലെ അവർ സ്ത്രീകളെ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈ സിനിമയ്ക്ക് സിനിമേതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. സ്ക്രിപ്റ്റിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും ഇതിന്റെ സ്ക്രീൻ പ്ലേന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും നമ്മളെ ഒരുമാതിരി റബ്ബർ ബാൻഡ് പോലെ വലിച്ചടിപ്പിച്ച് ബോറടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിന്റെ ഒരു സിനിമ കാണാനുള്ള ഒരു ഏറ്റവും കൂടുതൽ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഈ സ്ത്രീകളെ കുറിച്ചും സ്ത്രീകളുടെ സിനിമയിലെ മൂല്യങ്ങളെ കുറിച്ചും അവരുടെ നീഡുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു എന്താ പറയാ ആ ഒരു പ്രോഗ്രസീവ് ഫേസിൽ ഇരിക്കുന്ന ഒരു ഗീതു മോഹൻദാസിനെ പോലെ ഇത്രയും എന്താ പറയാ ഇത്രയും സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയിലൂടെ അവർ എന്ത് ആശയം പുറത്തു കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കണ്ടില്ല. ഇനി അത് കണ്ടില്ല, ഇനിയിപ്പോ അവർ അങ്ങനെ തന്നെ എടുത്തു ഈ സിനിമ ആ രീതിയിൽ എടുത്താൽ ഞാൻ പറയുള്ളൂ ഇതിനൊരു കറക്റ്റ് ഫീമെയിൽ കേസിലാണ് ഈ പടം പോയത്. ഒരു ഏതെങ്കിലും ഈ ഇത്രയും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, ആ കഥാപാത്രത്തിൽ ഏതെങ്കിലും ഒരാളെ ഡോമിനേറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് രായൻ എന്ന് പറഞ്ഞ യാഷ് ചെയ്ത ക്യാരക്ടറിനെ കുറച്ചൊന്ന് സപ്രസ് ചെയ്ത് കൊണ്ടുപോയാൽ അടക്കം ഒരു ഇത്ര വിമർശനം കേൾക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതിനകത്ത്. ഞാൻ വാട്ട് ഐ ഫെൽറ്റ് ബിക്കോസ് രായന്റെ സിസ്റ്ററിന്റെ ക്യാരക്ടർ ചെയ്ത നയൻതാരയാണ്. നയൻതാരയുടെ ക്യാരക്ടറിന് ഡെഫിനറ്റ്ലി ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ട് അതിനകത്ത്, ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. ആ ക്യാരക്ടറിൽ ഇരുന്നു കൊണ്ടും അവർക്ക് രായന്റെ കഥ പറയാമായിരുന്നു. അതാണ് ഗീതു മോഹൻദാസ് ഉദ്ദേശിച്ച ഫീമെയിൽ ഗേൾസ് എന്ന് പറഞ്ഞ ആ ഒരു പൊളിറ്റിക്സ്. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തില്ല ഇതിനകത്ത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഇപ്പൊ വരുന്ന ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓബിയസ്ലി പടത്തിന് കുറെ മെറിറ്റ്സ് ഇല്ല, അത് പോട്ടെ, അതൊരു സിനിമ എന്നുള്ള രീതിക്ക് മേ ബി എടുത്തു വരുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. ബട്ട് അറ്റ്ലീസ്റ്റ് റൈറ്റിംഗ് സൈഡ് എവിടെ അത് നോക്കണ്ടേ? ഗീതു മോഹൻദാസ് എഴുതി തന്നെയല്ലേ കാണിക്കുന്നേ. അപ്പൊ അങ്ങനത്തെ റൈറ്റിംഗ് സൈഡിലാണെങ്കിൽ പോലും ഇവര് ഒരു ഇമ്പോർട്ടൻസ് ഇതിനകത്തുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിനും വെക്കാതെ എല്ലാ ഫീമെയിൽ ക്യാരക്ടറിനെയും ജസ്റ്റ് യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പേപ്പർ എന്നുള്ള രീതിയിൽ സായി ഇതിന്റെ കഥ പ്രേക്ഷകർക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.